മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം യഥാർത്ഥ മുഖം പുറത്തു വന്നു. പത്രക്കാരെ ഇരുത്തി പൊരിച്ചു. പ്രതികാര താണ്ഡവമാടി. അളന്ന് മുറിച്ച് ചുട്ട മറുപടി. ഇതുവരെ കാണാത്ത പത്രസമ്മേളനം. 1.25 മണിക്കൂർ നീണ്ടു. പി ശശിക്കും അജിത് കുമാറിനും മാറ്റമില്ല. പ്രശംസയും ക്ലീൻ ചിറ്റും മാത്രം. അൻവർ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾ. കൈവിട്ട രൂക്ഷ വിമർശനം. അൻവറിന്റെ ആരോപണങ്ങളെയും രീതിയെയും തള്ളിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം തുടർന്നത്. മാധ്യമപ്രവർത്തകരെയും മുന്നിലിരുത്തിയാണ് കണക്കിന് പണി കൊടുത്തത്. നിങ്ങൾ ബേജാറാവേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എല്ലാവർക്കും കൃത്യമായി മറുപടി തരാമെന്ന് പറഞ്ഞ് പതിവിന് വിപരീതമായി ചിരിച്ചുകൊണ്ടും ഇടയ്ക്ക് ചൂടാവുകയുമാണ് കാണാൻ കഴിഞ്ഞത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തക്കതായ മറുപടി കണക്കുകൾ എണ്ണി പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ ജയറാം പടിക്കലിൻ്റെ കഥകളെ ഉദ്ധരിച്ചാണ് ആഞ്ഞടിച്ചത്. ഭരണകക്ഷി MLAയും വെറുതെ വിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നീണ്ട വാർത്താ സമ്മേളനം നേരത്തെ എഴുതി തയ്യാറാക്കി ചിലരെയെല്ലാം ലക്ഷ്യം വെച്ചും ഭീഷണിയുടെ സ്വരത്തിലുമാണ് മറുപടികൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ആരോപണത്തിൻ്റെ മുൻമുനയിൽ നിർത്തുന്ന എല്ലാവരെയും തിരിച്ചറിഞ്ഞാണ് മറുപടി. പിന്നിലെ ഭീഷണി സ്വരം എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ എല്ലാം അനന്തരഫലം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എന്താണെന്ന് വഴിയെ കാണാമെന്നാണ് കരുതേണ്ടത്. തിരുപ്പതിയിലെ മൃഗക്കൊഴുപ്പ് ആരോപണത്തിന് പിന്നാലെ പഴനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതത്തിലും മൃഗക്കൊഴുപ്പെന്ന് സംശയം. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായി കൊടുക്കുന്ന ലഡ്ഡു മൃഗക്കൊഴുപ്പ് അടങ്ങിയ നെയ്യ് ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്നു എന്ന ആരോപണം വിവാദമായ പിന്നാലെ തമിഴ്നാട്ടിലെ പഴനി ക്ഷേത്രത്തിൽ നിന്നും നൽകി വരുന്ന പഞ്ചാമൃതത്തിലും മൃഗക്കൊഴുപ്പിൻ്റെ സാന്നിധ്യം കണ്ടതായി പരക്കെ സംശയമുണ്ടായിരുന്നു. AR ഡയറി ഫ്രൂട്ട്സ് എന്ന കമ്പനിയുമായി ബന്ധപ്പെടുത്തിയും ആരോപണങ്ങൾ ഉയരുന്നു. പഴനി മുരുകൻ ക്ഷേത്രത്തിലെ പ്രസാദമായ പഞ്ചാമൃതം ഉണ്ടാക്കാനുള്ള നെയ്യും പശുവിൻ്റെ കൊഴുപ്പും കലർത്തിയാണ് ആരോപണം ഉയരുന്നത്. തിരുപ്പതി ലഡ്ഡുവിൽ ഫിഷ് ഓയിൽ, ബീഫ് ടാലോ, പാം ഓയിൽ എന്നിവ ഉപയോഗിച്ചതായി ഗുജറാത്തിലെ ഒരു ലാബിൽ നടത്തിയ ടെസ്റ്റിൻ്റെ റിസൾട്ട് ആണ് പുറത്തു വന്നത്. എന്നാൽ ഇത് ആയുധമാക്കി ആന്ധ്രയിലെ കഴിഞ്ഞ മന്ത്രിസഭ YSR കോൺഗ്രസ് സർക്കാരിനെതിരെ നിലവിലെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആഞ്ഞടിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായി ജഗൻമോഹൻ്റെ വ്യാജ ആരോപണം നടത്തുന്നുവെന്ന് YSR പാർട്ടിയും പറയുന്നു. തിരുപ്പതിയിലെയും പഴനിയിലെയും പ്രസാദങ്ങളിൽ മൃഗക്കൊഴുപ്പ് ചേർക്കുന്നതായ ആരോപണം പുറത്തു വരുമ്പോൾ ക്ഷേത്ര പ്രവർത്തനങ്ങളിലും ഭക്തർ എത്തുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വ്യാപകമായ ദോഷമുണ്ടാകുമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു. ഒന്നാം പ്രതി പൾസർ സുനിക്ക് കോടതികളിൽ എത്താൻ കോടികൾ എവിടെ നിന്ന്? വിവാദ ചർച്ചയാവുന്നു. നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതി പൾസർ സുനിക്ക് ജാമ്യം നേടാൻ 10 തവണയാണ് മേൽക്കോടതിയിൽ പോയത്. 6 തവണ ഹൈക്കോടതിയിലും 4 തവണ സുപ്രീം കോടതിയിലും. 63 രൂപ വേതനം പറ്റുന്ന ജയിലിൽ പണിയെടുക്കുന്ന സുനിക്ക് വേണ്ടി കേസിൽ ഹാജരാകുന്നത് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരാണ്. ഇതിനുള്ള കോടികൾ ഫണ്ട് ചെയ്യുന്നത് ആരാണെന്ന് കേരള ജനതയ്ക്ക് വ്യക്തമായി അറിയും. ഇതുപോലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്നത് കൂടുതൽ പൾസർ സുനിമാരെ സൃഷ്ടിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. MR അജിത് കുമാറിനെതിരെ പുതിയ ആരോപണവുമായി PV അൻവർ MLA. സോളാർ കേസ് അട്ടിമറിച്ചതിന് പ്രതിഫലമായി ലഭിച്ച പണം ഉപയോഗിച്ച് ADGP അജിത് കുമാർ തിരുവനന്തപുരത്ത് പട്ടത്ത് ഫ്ലാറ്റ് വാങ്ങി 33.80 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസത്തിന് ശേഷം 65 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു. ഈ ഇടപാടിലൂടെ 32 ലക്ഷം കള്ളപ്പണം വെളുപ്പിക്കുകയായിരുന്നു. ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പും നടന്നതായി PV അൻവർ ആരോപിച്ചു.
മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നതിന് മുൻപാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയതെന്നത് ആരെയോ ലക്ഷ്യം വെച്ച് തന്നെയാവുമെന്ന് പലരും സംശയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അൻവർ രൂക്ഷ വിമർശനം നടത്തി. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് 2016 ഫെബ്രുവരി 19 ഫ്ളാറ്റ് വാങ്ങിയത്. ആരാണ് ഫ്ളാറ്റ് വാങ്ങിയതെന്നും ഫ്ളാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്നും വാടക ആരാണ് കൈപ്പറ്റുന്നതെന്നും മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നാണ് അൻവർ പറയുന്നത്. 65 ലക്ഷത്തിന്റെ ഇടപാടിലും കള്ളപ്പണം വെളുപ്പിച്ചത് വഴി അജിത് കുമാറിന് 32 ലക്ഷത്തിന്റെ നേട്ടമുണ്ടായതായും ചൂണ്ടിക്കാട്ടുന്നു. ആധാരം രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ പ്രമാണം ലഭിച്ചു. ഇതിലൂടെ വലിയ നികുതി വെട്ടിപ്പാണ് നടന്നത്. മറ്റൊരാൾക്ക് വിറ്റാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇരട്ടിയാകും. 2020 വരെ ആ നിയമം ഉണ്ടായിരുന്നു. 3 വീട് അജിത് കുമാറിനുണ്ട്. 2-3 വീടുകൾ വാങ്ങാൻ ഔദ്യോഗിക അനുമതി വാങ്ങിയിട്ടില്ല. ഭാര്യയുടെയും ഭാര്യ സഹോദരന്റെയും പേരുള്ള സ്വത്തിനെ കുറിച്ച് അന്വേഷണം വേണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി ആകുന്നതിൽ സൂപ്പർ സ്റ്റാർ രജനിയുടെ അഭിപ്രായ വാർത്ത കണ്ട് ഭയന്നുപോയെന്ന് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖം തിരിച്ചുള്ള രജനിയുടെ പ്രതികരണം വിവാദമാകുന്നു. കൂലി എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ് വിജയവാഡയിൽ നിന്ന് ചെന്നൈയിൽ തിരിച്ചെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഉദയനിധി സ്റ്റാലിൻ്റെ ഉപമുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ആയിരുന്നു ചോദ്യം. എന്നാൽ താൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കരുത്, രാഷ്ട്രീയ ചർച്ചയ്ക്ക് എനിക്ക് ആഗ്രഹമില്ല, എത്ര തവണ നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് ക്ഷോഭിച്ചുകൊണ്ടാണ് രജനിയുടെ മറുപടി. രജനിയുടെ പ്രതികരണം വീഡിയോ വ്യാപകമായി പ്രചാരണമായപ്പോൾ രജനിക്ക് എതിർപ്പുണ്ടെന്ന രീതിയിൽ പ്രചാരണം വന്നപ്പോഴാണ് ഉദയനിധി ഭയന്നത് എന്നാണ് പറഞ്ഞത്. രജനീകാന്ത് പറഞ്ഞത് പത്രക്കാർ വളച്ചൊടിച്ചെന്ന് ഉദയനിധി ചൂണ്ടിക്കാട്ടി. എങ്കിലും പാർട്ടിയിൽ ദുരൈമുരുകനെ പോലുള്ള സീനിയർമാർ ഉള്ളപ്പോൾ കുടുംബാധിപത്യം ഉറപ്പിക്കുന്നതിനായി ഉദയനിധിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിൽ വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. അതിഷി ഡൽഹി മുഖ്യമന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും. മന്ത്രിസഭയിൽ പുതിയ 5 MLA കൂടി മന്ത്രിസഭയിൽ അംഗമായി. മദ്യ നയവുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്ന് കെജ്രിവാൾ രാജിവെച്ചതിനു പകരക്കാരിയായിട്ടാണ് അതിഷി ആ സ്ഥാനത്ത് എത്തുന്നത്. അതിഷിക്ക് ഒപ്പം ഗോപാൽ റായ്, കൈലാഷ് ഗെലോഹോട്ട്, സൗരവ് ധ്വരാജ്, ഇമ്രാൻ ഹുസൈൻ എന്നിവരും ഇന്ന് മന്ത്രിയാകാൻ സാധ്യത തെളിഞ്ഞു. ക്യാബിനറ്റിൽ ഒരു പുതിയ അംഗവും ചേർന്നു. അതിഷി പ്രധാനപ്പെട്ട 13 വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളയാളാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പൂർവ്വ വിദ്യാർത്ഥി, റോഡ്സ് പണ്ഡിതയുമാണ്. അതിഷി ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മുഖ്യമന്ത്രിയാണ് ഡൽഹിക്ക്. സമ്മർദ്ദം ശക്തം. മുഖ്യമന്ത്രിക്ക് നിലപാട് മാറ്റേണ്ട സാഹചര്യം മുൻ നിലപാടുകളിൽ അയവ് വരുത്തുന്നു. CPI അടക്കമുള്ള ഘടകകക്ഷികളും പ്രതിപക്ഷവും പാർട്ടിക്കുള്ളിൽ നിന്ന് സമ്മർദ്ദവും ശക്തമായതോടെ പഴയ കടുംപിടുത്തത്തിൽ നിന്നും മാറേണ്ട സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി നിർബന്ധിതനാകുന്നു എന്നാണ് പൊതുജനാഭിപ്രായം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ നീക്കാൻ മുഖ്യമന്ത്രിക്ക് മുന്നിൽ കടുത്ത സമ്മർദ്ദം. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് തൽക്കാലം പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനാണ് വിചാരിച്ചതെങ്കിലും അതിൽ നിൽക്കുന്നില്ല. പ്രശ്നം വഷളാകാതിരിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ അജിത് കുമാറിനെതിരെ നടപടി എടുക്കൂ എന്ന് മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തം ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന് എല്ലാ കക്ഷികളും ഉറ്റുനോക്കുകയാണ്. അന്വേഷണം പൂർത്തിയാകാൻ ഇനി 13 ദിവസം മാത്രമാണുള്ളത്. സംരക്ഷണ കവചം ഒരുക്കുന്ന വലിയ ദോഷം ചെയ്യും. സമ്മർദ്ദം സാഹചര്യത്തിൽ അന്വേഷണം വേഗമാക്കാൻ ആഭ്യന്തര വകുപ്പ് DGPക്ക് നിർദ്ദേശം നൽകി. അന്വേഷണ ചുമതലയോ യോഗേഷ് ഗുപ്ത ആയതിനാൽ ആർക്കും വലിയ പരാതി
ഉണ്ടാകുന്നില്ല എന്നാണ് അറിയുന്നത്. തൃശ്ശൂർ പൂരം അട്ടിമറി പ്രശ്നങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് തലവേദനയാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ്. PV അൻവറിനെയും അജിത് കുമാറിനെയും പിണക്കാനാകില്ല. പിണക്കിയാൽ കൂടുതൽ ദോഷം ചെയ്യും. അജിത് കുമാറിനേക്കാൾ അപകടകാരിയാണ് PV അൻവർ എന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയും.